കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും ഇങ്ങനെയൊരു സദസ്സിൽ കൂടിയിരിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി. കാരുണ്യത്തിൻ്റെ മാലാഖമാർ ആകാശം വരെ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം സദസ്സുകളിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണെങ്കിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാനും പ്രമാണവിരുദ്ധമാണെങ്കിൽ തള്ളിക്കളയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഖുർആൻ ഒരുപാട് പാപങ്ങളെക്കുറിച്ചും ഒരുപാട് ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കളവ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിക്കരുത്, കള്ളസാക്ഷി പറയരുത്, പിടിച്ചു പറിക്കരുത്, വഞ്ചിക്കരുത്, നമസ്കാരം ഒഴിവാക്കരുത്, സക്കാത്ത് മുറ പോലെ നിർവഹിക്കണം, വ്രതാനുഷ്ഠാനം നടത്തണം എന്നിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. കേരളക്കരയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും മൈക്കും സ്റ്റേജും കെട്ടി പല വിഷയങ്ങളും സംസാരിക്കാറുമുണ്ട്. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമെല്ലാം നന്നായി പ്രസംഗിച്ചാൽ നാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അവിടെയുള്ള ശ്രോതാക്കളിൽ ഒട്ടുമിക്ക ആളുകളും അതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു നാട്ടിൽ പോയിട്ട് നമ്മൾ കള്ളുകുടിയെക്കുറിച്ചും അതുണ്ടാക്കുന്ന കുടുംബ ശൈഥില്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ അവിടെയും നമുക്ക് വലിയ കയ്യടി കിട്ടും, അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും കിട്ടും. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇസ്ലാം എന്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, ഇസ്ലാമിൻ്റെ നേരെ എന്തുകൊണ്ട് വിമർശനത്തിൻ്റെയും അപഹാസ്യത്തിൻ്റെയും വിരലുകൾ ചൂണ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ടെങ്കിലും അതിലേറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും പ്രതിസന്ധിക്ക് എന്നും കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നുള്ളതാണ്. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം വളരെ പ്രാധാന്യത്തോടുകൂടി മക്കയിലും മദീനയിലും ദഅവത്ത് ചെയ്തത്, ഏതൊരാശയത്തിന് വേണ്ടിയാണോ കല്ലേറുകളും അപഹാസങ്ങളും പരിഹാസങ്ങളും കൂക്കുവിളികളും ബഹിഷ്കരണങ്ങളും പ്രവാചകൻ യാതൊരു മടിയുമില്ലാതെ ഏറ്റുവാങ്ങിയത്, അതേ ആദർശം തന്നെ ഇന്നിൻ്റെ ഉമ്മത്ത് കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞപ്പോഴാണ് മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രതിരോധത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ആദർശത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോട്. ആദർശം മറ്റൊന്നുമല്ല, തൗഹീദാണ്. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഏത് നാട്ടിലായാലും ഏത് രാജ്യത്തായാലും ഏത് ഭാഷക്കാരിലായാലും ഏത് വിഭാഗത്തിലായാലും നമുക്കാദ്യം സംസാരിക്കാനുള്ളത് തൗഹീദ് എന്ന വിഷയം മാത്രമാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാലും നരകത്തെക്കുറിച്ച് പറഞ്ഞാലും ആശറയെക്കുറിച്ച് പറഞ്ഞാലും മരണത്തെക്കുറിച്ച് പറഞ്ഞാലും മദ്യത്തെക്കുറിച്ച് പറഞ്ഞാലും വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞാലും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാലും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞാലും ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും മാതാപിതാക്കൾ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാലും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാലും മനുഷ്യന്റെ കടപ്പാടുകളെ കുറിച്ച് പറഞ്ഞാലും ഒക്കെ ആളുകളിൽ നല്ലൊരു വിഭാഗം കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. എന്നാൽ
കറകളഞ്ഞ തൗഹീദ് ഒരു നാട്ടിൽ പോയി നാം പറഞ്ഞാൽ അവിടെ കൈയടിക്കുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുമോദനങ്ങളും പൂച്ചെണ്ടുകളും അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ തുലം വിരളമായിരിക്കും. അംഗീകാരത്തിന്റെ ആശംസകളല്ല നമുക്കവിടെ കേൾക്കാൻ കഴിയുക. ഇത് ഇന്ന് മാത്രമല്ല, 2019 ഡിസംബറിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളൊരു സംഗതിയല്ല. ഏതൊക്കെ കാലത്ത് ഈ ലോകത്തേക്ക് അള്ളാന്റെ പ്രവാചകന്മാർ കടന്നു വന്ന് തൗഹീദ് വിളംബരം ചെയ്തിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രവാചകന്മാർ അനുഭവിച്ച പ്രതികരണം ഇത് തന്നെയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഒട്ടനവധി വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹ്കാമുകളിലും ഞങ്ങളുടെ അധ്യാപനങ്ങളിലും എല്ലാം വെച്ച് ഏറ്റവും പരിശുദ്ധവും പരിപാവനവും ഉന്നതവും ഉദാത്തവും അത്യുന്നതവുമായ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. തൗഹീദിന്റെ പ്രതിധ്വനിയാണ് 1,00,000-ൽ പരം പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വെച്ച് മുഴക്കിയതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ തൗഹീദ് എന്താണ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ദലാലത്ത് എന്താണ് നമ്മൾ തിരിച്ചറിയണം. വെളിച്ചത്തിന്റെ വില എപ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാവുക? കുറ്റാക്കുറ്റിരുട്ടിൽ ഒരു പേന താഴെ വീണാൽ കാണാതെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു നുറുങ്ങുവട്ടത്തിന്റെ വില മനസ്സിലാവുക. പരസഹായമില്ലാതെ തൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ പോലും കഴിയാത്ത 2 കാലിന് ശേഷിയില്ലാത്ത മനുഷ്യനാണ് നിവർന്നു നിൽക്കാനുള്ള 2 കാലിന്റെ വില മനസ്സിലാവുക. സ്വന്തം പൈതങ്ങളെപ്പോലും ഒന്ന് ഒരു നോക്ക് കാണാൻ കഴിയാതെ ഹതഭാഗ്യരായി ജീവിതം മുഴുവൻ അന്ധരായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന മനുഷ്യർക്കാണ് 2 കണ്ണിന്റെ കാഴ്ച മനസ്സിലാവുക. ഇരുട്ട് മനസ്സിലായാലേ വെളിച്ചം മനസ്സിലാവുള്ളൂ. ഇരുട്ടിന്റെ തീവ്രത എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നുവോ അത്രമാത്രം വെളിച്ചത്തിന്റെ വിലയെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ജഹാലത്ത് എന്താണെന്ന് പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഹിദായത്തിന്റെ വില മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അതങ്ങനെയാണല്ലോ, ഭരണാധികാരികളും അതുപോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കും അവരെ. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഇരിക്കാൻ, അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ കരയും. ഒരു വട്ടം കരഞ്ഞപ്പോൾ ചോദിച്ചത്, യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ തീരങ്ങളിൽ ഏതെങ്കിലും ഒരു ഒട്ടകം വെള്ളം കിട്ടാതെ ചത്തുപോയാൽ എൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഭയം എൻ്റെ മനസ്സിനെ അലട്ടുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇപ്രാവശ്യം ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കിരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്നിട്ട് അദ്ദേഹം അങ്ങനെ കരയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകാണ്. കവിൾത്തടങ്ങൾ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. കുറേ നേരം അങ്ങനെ കരയും, പിന്നെ കരച്ചിൽ നിർത്തിയിട്ട് പിന്നെ ചിരിക്കും. പുഞ്ചിരിക്കാണ് അദ്ദേഹം, സന്തോഷത്തോടെ ചിരിക്കാണ്, എന്തോ ഓർത്തോർത്ത് ചിരിക്കാണ്. ആ ചിരി അവസാനിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം കരയും. ഇതിങ്ങനെ സഹാബികൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം അവർ പരസ്പരം പറഞ്ഞു, എന്താ അമീറുൽ മുഅ്മിനീന് പറ്റിയത്, എന്താ ഉമറിന് പറ്റിയത്, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം വാ. അങ്ങനെ അതിലൊരാൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, എന്താ പറ്റിയത് ഉമർ, എന്താണ് താങ്കളുടെ പ്രശ്നം, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചിരിച്ചത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ ജഹാലത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് ചിരിച്ചത്. എൻ്റെ ജഹാലത്തിൽ ഞാനൊരു ദീർഘദൂര യാത്രക്കിറങ്ങി, കാൽനടയായിട്ടാണ് യാത്ര പോകുന്നത്. എൻ്റെ കയ്യിൽ എൻ്റെ പാഥേയമുണ്ട്, യാത്രാ സാമഗ്രികളുണ്ട്, വലിയ ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ ഞാൻ ഒരുപാട് പോയപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആരാധനകൾ നടത്താതെ ഉറങ്ങാറില്ല. അങ്ങനെ എൻ്റെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഭാണ്ഡക്കെട്ട് തുറന്ന് പരതി നോക്കി. അതിലെൻ്റെ ബിംബം ഞാൻ എടുക്കാൻ മറന്നു എന്ന സത്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ വിഗ്രഹം എടുത്തിട്ടില്ല. ഞാൻ ആകെ വിഷണ്ണനായി, ആകെ സങ്കടത്തിലായി. എങ്ങനെ ഞാൻ ആരാധിക്കും, ആരെ ഞാൻ ആരാധിക്കും, എന്തിനു ഞാൻ ആരാധിക്കും? എൻ്റെ ദൈവത്തെ ഞാൻ എടുത്തിട്ടില്ലല്ലോ, എൻ്റെ വിഗ്രഹത്തെ ഞാൻ എടുത്തിട്ടില്ലല്ലോ, വിഗ്രഹം ഞാൻ മറന്നു വെച്ചിട്ടാണ് വന്നത്, ഇനി എന്താണ് ചെയ്യുക? അങ്ങനെ അദ്ദേഹം ഒരുപാട് നേരം വളരെ കൂലങ്കഷമായി ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പോംവഴി കിട്ടിയതാണ്. ആ പോംവഴി എന്താ അറിയോ? അദ്ദേഹം കഴിക്കാൻ കരുതി വെച്ച ഈത്തപ്പഴം മുഴുവൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ ഈത്തപ്പഴം മുഴുവൻ തുറന്നിട്ട് അതിൻ്റെ കുരു മുഴുവനും കളഞ്ഞു. എന്നിട്ട് ആ ഈത്തപ്പഴം കുഴച്ചൊരു മാവിൻ്റെ പരുവത്തിലാക്കി. എന്നിട്ട് ആ ഈത്തപ്പഴ മാവ്
സുന്ദരമായൊരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിംബത്തിൻ്റെ രൂപത്തിലേക്ക് ആ ഈത്തപ്പഴത്തിൻ്റെ മാവ് മാറ്റി. എന്നിട്ട് അതിൻ്റെ മുന്നിൽ അദ്ദേഹം ആരാധനകളും പൂജകളും അർപ്പിച്ചു. ആ ആരാധന കഴിഞ്ഞ് അദ്ദേഹം ആ ബിംബത്തെ, ആ ഈത്തപ്പഴ ബിംബത്തെ തൻ്റെ ഭാണ്ഡക്കെട്ടിലേക്ക് തിരിച്ചെടുത്തിട്ട് തോളത്ത് ചുവണ്ടും യാത്ര തുടർന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് കലശലായ വിശക്കാൻ തുടങ്ങി, വല്ലാത്ത വിശപ്പ് തുടങ്ങി. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാണ്ഡക്കെട്ട് തോളുന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് അല്പം മുമ്പ് ഞാൻ ആരാധിച്ചിരുന്ന എൻ്റെ ഈത്തപ്പഴ ബിംബത്തെ എടുത്ത് ഞാൻ കടിച്ച് ചവച്ച് തിന്നു. ഈ ഒരു രംഗമോർത്തിട്ടാണ് ഞാൻ ചിരിച്ചത്. അല്പം മുമ്പ് ഞാൻ ആരാധിച്ച എൻ്റെ ദൈവത്തെ ഞാൻ തന്നെ ഭക്ഷിച്ചു. എന്നിൽ നിന്ന് സ്വന്തത്തെ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്തൊരു വിഗ്രഹത്തെയാണ് ഞാൻ അല്പം മുമ്പ് ആരാധിച്ചതും പൂജിച്ചതും. അപ്പൊ സഹാബികൾ ചോദിച്ചു, താങ്കൾ കരഞ്ഞത് എന്തിനാണ്? എന്താണ് താങ്കളെ കരയിച്ചത്? ആ സമയം ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഖുർആനിന്റെ വെളിച്ചമെങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ, അള്ളാന്റെ റസൂൽ നുബുവത്തുമായി മക്കയിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അബദ്ധജടിലമായ ആ വിഗ്രഹ പൂജയിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. ആ ദലാലത്തിൽ തന്നെ, ജഹാലത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. ഞാൻ വെളിച്ചം കാണുമായിരുന്നില്ല. അങ്ങനെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഉമറിന്റെ ഗതി എന്തായിരിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് മറുപടി പറയാം. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഹിദായത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദലാലത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദലാലത്ത് എന്താണെന്ന് നിങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഹിദായത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ അൽഹംദുലില്ലാ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. എല്ലാ വഖ്ത് നിസ്കാരത്തിൻ്റെ മുമ്പും ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുമ്പോൾ ഏറ്റു പറയുന്നവരാണ് നമ്മൾ. ഇഖാമത്തിൻ്റെ സമയത്തും ഏറ്റു പറയുന്നവരാണ് നമ്മൾ. തൗഹീദിൻ്റെ വചനങ്ങൾ ആവർത്തിച്ചുരുവിടുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ വചനങ്ങളുടെ അർത്ഥം എന്താണെന്നോ, അതിൻ്റെ ആഴം എന്താണെന്നോ, അതിൻ്റെ വില എന്താണെന്നോ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. സഹോദരന്മാരെ, സഹോദരിമാരെ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലുള്ള തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നാം പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം തന്നെ രണ്ട് സ്രോതസ്സുകളാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ കേരളത്തിലുള്ളത്. കേരളക്കരയിലെ സാമാന്യ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്രോതസ്സുകളാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവൻ്റെ മുന്നിലുള്ളത്. ഒന്നാമത്തെ സ്രോതസ് ഹിദായത്തിൻ്റെ സ്രോതസ്സാണ്, നൂറിൻ്റെ സ്രോതസ്സാണ്, വെളിച്ചത്തിൻ്റെ സ്രോതസ്സാണ്. അത് പരിശുദ്ധ ഖുർആനിൻ്റെ സ്രോതസ്സാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് ഇത് വഴികാട്ടിയാകുന്നു. രണ്ടാമത് അള്ളാഹിനെ കുറിച്ച് വിശദീകരിക്കുന്ന വേറെ സ്രോതസ്സുണ്ട്. ഏതാണ് ആ സ്രോതസ്? മാലക്കിതാബുകളാണ്, പാളക്കിതാബുകളാണ്, ഐതിഹ്യ ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. ഇത് ദലാലത്തിൻ്റെതാണ്, ദുലുമാത്തിൻ്റെതാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത്, ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ, ജഹാലത്ത് എന്താണ്, നമുക്കിടയിലുള്ള ജഹാലത്ത് എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹിദായത്ത് എന്താണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ജഹാലത്ത് ഈ മാലക്കിതാബുകളിൽ അള്ളാഹിനെ കുറിച്ചും അവൻ്റെ സിഫത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ജഹാലത്ത് എന്താണ് എന്നാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് നേരം എടുത്തുകൊണ്ട് നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് മാലക്കിതാബുകൾ പരതി നോക്കണം. ഒരുപാട് മാലക്കിതാബുകളും ഒരുപാട് ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ചുണ്ട്, ആയിഷാ ബീവിയെ കുറിച്ചുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചുണ്ട്, സ്വഹാബികളിൽ പലരെ കുറിച്ചുമുണ്ട്. അതേപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമുണ്ട്. സിദ്ദീഖ് മാല എന്നാണ് അതിന് പറയുക. മാല ചൊല്ലൽ തെറ്റാണോ? ഒരാളെ കുറിച്ച് മദ്ഹ് പാടൽ, ഒരാളെ കുറിച്ച് നല്ലത് പറയലും തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ ഒരിക്കലും തെറ്റല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ച് രണ്ട് പെൺകുട്ടികൾ പ്രവാചകനെ കുറിച്ച് അങ്ങനെ പാട്ട് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും എതിർത്തില്ല, അതിനെ അംഗീകരിച്ചു. അവസാനം ഒരു പാടി എവിടെ എത്തിയെന്നറിയോ? ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങളിലൊരു നബിയുണ്ട്, ആ നബി നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിഫ്, അവിടെ നിർത്തണം.
അവിടെ അവസാനിപ്പിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പാടരുത്. മദ്ഹ് പാടാം, നമുക്ക് റസൂലിനെ കുറിച്ചുള്ള മദ്ഹ് പാടാം, സ്വഹാബത്തിനെ കുറിച്ച് പാടാം, ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയാം, നല്ലത് പറയാം. പക്ഷേ അതിനൊരു പരിധിയുണ്ട്, സത്യത്തിന്റെ പരിധിയുണ്ട്, ആഭാസത്തിന്റെ പരിധിയുണ്ട്. ആഭാസത്തിന്റെ പരിധിയല്ല, നന്മയുടെയും മര്യാദയുടെയും സീമയുണ്ട്. ആ സീമകൾ ലംഘിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പാടാൻ നമുക്ക് പാടില്ല. ഇവിടെ നമ്മുടെ കേരളക്കരയിലുള്ള മാലക്കിതാബുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഐതിഹ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുക, സകല ഭാസങ്ങളുടെയും നിയന്ത്രണം വിട്ട് മര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തിലേക്ക് കൈ ചൂണ്ടി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. പച്ചയായി പറയട്ടെ സുഹൃത്തുക്കളെ, മാലയിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഔലിയാക്കളുടെ പോക്കറ്റിലുള്ള കുട്ടിത്തേവാങ്കാണ് പടച്ചോനെ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന മഅദല്ലാ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയാണ് മാലക്കിതാബുകൾ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം, നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം. സിദ്ദീഖ് മാലയിൽ ഒരു സംഭവം, ആ സംഭവത്തിൽ പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആകെ കൂടി ഖുർആൻ പറയുന്നത് എന്താണ്? അവര് പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. വേറെ ഒരു വിവരങ്ങളും മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഐതിഹ്യം എഴുതുന്ന ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ സ്രോതസ് എവിടെ നിന്നാണ്? അല്ലാഹു ആലം. അവരുടെ ചിന്തകളാണ്, അവരുടെ ഊഹാപോഹങ്ങളാണ്, അവരുടെ ഭാവനകളാണ്, വേറൊന്നുമല്ല. അതേപോലെ ഒരു കഥയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പാടി പറഞ്ഞ്, ഏറ്റവും വലിയ രസം എന്താ പറയുക, നിങ്ങൾ ഈ മാലക്കിതാബുകളിലെ സംഗതി പാടുന്നവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ കിതാബുകളിലുള്ള സംഗതി പാടുന്നവർക്കും പറയുന്നവർക്കും എന്താണ് അതിൽ പറയുന്നത് എന്ന് ശരിക്കറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം പണ്ടേ എടുത്തു പോകുമായിരുന്നു. കാരണം എന്താ അറിയോ, വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം വരുന്ന പള്ളികളിൽ, ഭൂരിപക്ഷം വരുന്ന സൗണ്ട് ഇങ്ങനെ വെക്ക് കേട്ടോ, സൗണ്ട് ഇങ്ങനെ വെക്ക്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന പള്ളികളിൽ, ആ പള്ളികളിലെല്ലാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു കിതാബ് കണ്ടിട്ടുണ്ടാവുമല്ലോ, മിമ്പറിന്റെ മുകളിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന ഒരു കിതാബ്, നബാത്തി കിതാബ് എന്നാണ് അതിന് പറയുക, നബാത്തി ഖുതുബ. ആ കിതാബിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പള്ളികളിലേക്ക് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ പള്ളികളിലേക്ക് നിങ്ങൾ കയറി ചെന്ന് ആ പള്ളിയിൽ നിന്ന് ആ കിതാബ് ഒന്ന് എടുത്തിട്ട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള മുജാഹിദിന്റെ അടുത്തേക്കൊന്നും വരണ്ട, സൽഫിയുടെ അടുത്തേക്കും വരണ്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾ അറിയുന്ന, നിങ്ങളുടെ അറബി അറിയുന്ന പണ്ഡിതന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് അവരോട് റബീഉൽ അവ്വൽ മാസം ആ കിതാബിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഏത് വിഷയമാണ് റബീഉൽ അവ്വൽ മാസത്തിൽ ആ കിതാബിൽ സംസാരിക്കുന്നത് എന്ന് അവരോട് പറയും. അവർ മറിക്കട്ടെ, ഓരോ മാസവും മറിക്കട്ടെ, മുഹറവും റജബൊക്കെ കഴിഞ്ഞ് അങ്ങനെ മറിച്ച് അവസാനം അവർ റബീഉൽ അവ്വൽ എത്തട്ടെ. റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ ആ കിതാബിൽ പറയുന്ന വിഷയം എന്താണ്, അവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? വഫാത്തുൻ നബിയാണ്. വഫാത്തുൻ നബി എന്ന വിഷയമാണ് റബീഉൽ അവ്വൽ മാസം എന്താ വഫാത്തുൻ നബി? അള്ളാന്റെ റസൂലിന്റെ മരണം. ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 മദീന ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ കരഞ്ഞ ദിവസമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തളർന്നിരുന്നു പോയ ദിവസമാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ നിന്ന് മടിയിലേക്ക് പ്രവാചകൻ ഊർന്നിറങ്ങി വിരലുകൾ മേൽപോട്ടുയർത്തി ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് വിട പറഞ്ഞു പോയ ദിവസമാണ്. യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, അസഹനീയമായ വേദനയുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ദിവസമാണ് റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ വിവരമുള്ള ഉസ്താക്കന്മാർ മുഴുവനും ഈ കിതാബ് വായിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കറിയോ, എന്നിട്ട് വഫാത്തുൻ നബി മിമ്പറിന്റെ മുകളിൽ നിന്ന് സംസാരിച്ചിട്ടാണ് അതേ മിമ്പറിന് താഴെ ഇറങ്ങിയിട്ട് മീലാദുൻ നബി സംസാരിക്കുന്നത്. ഈ കേൾക്കുന്ന സാമാന്യ ജനത്തിന് മിമ്പറിന്റെ മുകളിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്ന വഫാത്തുൻ നബിയെ കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ അവരൊരിക്കലും ഘോഷയാത്ര നടത്താനോ തോരണം കെട്ടാനോ ദഫ് മുട്ടാനോ ബിരിയാണിക്കും നെയ്ച്ചോറിനും ഇറച്ചിക്കറിക്കും ക്യൂ നിൽക്കാനോ പോകുമായിരുന്നില്ല. കാരണം ഓരോ വെള്ളിയാഴ്ചയും അവരുടെ ഹൃദയം തകരുകയാണ്, അവരുടെ ചങ്ക് നോവുകയാണ്. കാരണം കരളിന്റെ കഷ്ടമായ റസൂൽ
ജീവനക്കാളേറെ ഒരു സാമാന്യ മുസ്ലിം സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിന്റെ മരണത്തിന്റെ മാസമാണിത്. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏത് തീയതിയാണ് എന്ന വിഷയത്തെക്കുറിച്ച് 8 അഭിപ്രായമുണ്ട്. 8 അഭിപ്രായം. എത്ര അഭിപ്രായം? 8 അഭിപ്രായം. എന്നാൽ അള്ളാന്റെ റസൂല് മരണപ്പെട്ട തീയതി ഏതാണ് എന്നതിന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഏതേതറിയോ? റബീഉൽ അവ്വൽ 12, ഹിജ്റ 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12. അതിൽ 2 അഭിപ്രായമില്ല. ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളക്കരയിലെ EK സുന്നിയുടെ പള്ളിയിലായാലും AP സുന്നിയുടെ പള്ളിയിലായാലും മുജാഹിദിന്റെ പള്ളിയിലായാലും ജമാഅത്തിന്റെ പള്ളിയിലായാലും തബ്ലീഗിന്റെ പള്ളിയിലായാലും ഏത് പള്ളികളിലായാലും റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ വഫാത്തുൻ നബിയാണ് മിമ്പറുകളിൽ വിഷയം പറയുക. പക്ഷേ ഈ വായിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഈ കിതാബുകളിൽ ഉള്ളത് എന്താണ് എന്ന് സാമാന്യ ജനത്തിന് അറിയില്ല. 50, 60, 70 വർഷം ഈ ഖുതുബ കേട്ടിട്ടും എന്താണ് എന്നോട് ഇന്ന് വരെ പറയപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ മനുഷ്യർ നമ്മുടെ നാട്ടിൽ എമ്പാടുമുണ്ട്, ഒട്ടനവധിയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാല കിതാബുകളുടെ കഥയും. അവിടെ പറയപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല. അവിടെ പറയപ്പെടുന്ന ഭയാനകമായ, വളരെ ഗുരുതരമായ, അള്ളാഹുവിന്റെ മുലൂക്കിയത്തിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ സിഫത്തിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അബദ്ധജടിലമായ കഥകളാണ് ഞാനെന്നും പാരായണം ചെയ്യുന്ന ഈ ഗ്രന്ഥങ്ങളിൽ കുടികൊള്ളുന്നത് എന്ന് മുസ്ലിം സാമാന്യ ജനം ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ആദ്യം അതെന്താണെന്ന് നിങ്ങൾക്ക് തുറന്നു കാട്ടാൻ ഞാൻ ഈ പരിപാടിയിൽ ഉദ്ദേശിച്ചത്. ആരെയും പരിഹസിക്കാനല്ല, ആരെയും കുറ്റം പറയാനല്ല, കുത്തിനോവിക്കാനല്ല, അപഹസിക്കാനല്ല, വിമർശിക്കാനല്ല, തർക്കിച്ച് തോൽപ്പിക്കാനുമല്ല, സംഘടനയിൽ ആളെ കൂട്ടാനല്ല, പിരിവ് ലഭിക്കാനല്ല, ഒന്നിനുമല്ല. അള്ളാഹ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. പറയേണ്ടതുപോലെ പറയേണ്ടിടത്ത് പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി അതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊരു ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. തൗഹീദിലുള്ള ജഹാലത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലുള്ള ജഹാലത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാല കിതാബുകളിൽ കാലങ്ങളായി പടച്ച റബ്ബിനെ കുറിച്ച് പാടിപ്പറഞ്ഞതും പാടിപ്പഠിപ്പിക്കപ്പെട്ടതും എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. നിഷ്പക്ഷ ബുദ്ധിയ, വിവേചനമില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ, സംഘടനാ ജ്വരം ബാധിക്കാതെ, കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിട്ടില്ലെങ്കിൽ, തലച്ചോറിന് ഭ്രമം ബാധിച്ചിട്ടില്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ തലച്ചോറുകളോട് സംസാരിക്കണം. നിങ്ങളൊന്നും കേട്ടപാടെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണ്ട. പഠിക്കാം, നിങ്ങൾക്ക് ആലോചിക്കാം, നന്നായി പഠനം നടത്താം, ഗവേഷണം നടത്താം. എന്നിട്ട് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഒന്നാമത്തെ വിഷയം എന്താ അറിയോ? സിദ്ദീഖ് മാലയിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഷിട്ടിപ്പിനെ കുറിച്ച് പറയുന്ന വിഷയം അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഷിട്ടിപ്പിൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ജിബ്രീലിന് ജീവൻ നൽകിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ 2 വാക്കുകളാണ് ആദ്യമായി നീ പറയേണ്ടത്. അതിലൊന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അനുസരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നില്ല. അള്ളാഹ് ചോദിച്ചു, ജിബ്രീൽ എന്തുകൊണ്ട് നീ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നില്ല? ജിബ്രീലിന്റെ മറുപടി, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയൂല. വീണ്ടും അള്ളാഹ് പറഞ്ഞു, ജിബ്രീൽ നീ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയണം. ഞാൻ പറയൂല. വീണ്ടും പറഞ്ഞു, നീ പറയണം. ഞാൻ പറയൂല. അവസാനം സ്വർഗത്തിലുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റൂഹിനെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ അവിടേക്ക് അള്ളാഹ് വിളിച്ചു വരുത്തി എന്നാണ്. എന്നിട്ട് അല്ലാഹു അബൂബക്കർ സിദ്ദീഖിന്റെ റൂഹിനോട് പരാതി പറഞ്ഞു എന്നാണ്. എന്താണ് പരാതി? യാ അബൂബക്കർ, ഈ ജിബ്രീൽ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാനാണ് അവനെ സൃഷ്ടിച്ചത്, ഞാനാണ് അവന് ജീവൻ നൽകിയത്. എന്നിട്ടും ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുരുട്ടിയിട്ട് വളരെ രൂക്ഷമായി, തീക്ഷ്ണമായി ജിബ്രീലിനെ അങ്ങോട്ട് നോക്കിയതാണ്. എന്നിട്ട് ജിബ്രീലിനോട് ചോദിച്ചു എന്നാണ്, നീ പറയുന്നോ അതല്ല ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? തൽക്ഷണത്തിൽ പേടിച്ചാലില പോലെ വിറച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ വെച്ച് ജിബ്രീൽ പറഞ്ഞു എന്നാണ്. ഇവിടെ ഈ മാല കിതാബിൽ അവിടെ പഠിപ്പിക്കപ്പെടുന്ന അല്ലാഹ് ഏതാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പോലും കഴിയാത്ത റബ്ബോ? മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറം പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് പറ്റൂല.
വയഫ്അലൂന മാ യുഅ്മറൂന, എന്താണോ അല്ലാഹ് കൽപ്പിക്കുക അതുപോലെ പ്രവർത്തിക്കും. അതാണ് മലക്കുകളുടെ പ്രകൃതം. ഈ മാലക്കിതാബിൽ പറയുന്ന പ്രകൃതം ഏതാണ്? മൊയ്തീമാലയിൽ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ടല്ലോ. നിങ്ങൾ പുതിയ ചട്ടയുള്ള മൊയ്തീമാല തപ്പരുത്, പഴയ ചട്ടയുള്ളത് നോക്കണം. കാരണം പുതിയ എഡിഷനിൽ പലതും മാറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മാറ്റിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന കാലാൾപ്പട അത് ഒരു നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ മാലക്കിതാബുകളിൽ നിന്നും ഐതിഹ്യ ഗ്രന്ഥങ്ങളിൽ നിന്നും പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്. സമൂഹ മധ്യത്തിൽ പൊതുയോഗങ്ങളിൽ ഇന്നതാണ് ഇതിനകത്തൊക്കെയുള്ളത് എന്ന് വിളിച്ചു പറയാൻ ഇസ്ലാഹി പണ്ഡിത സമൂഹം തയ്യാറായപ്പോ മാറ്റുകയല്ലാതെ വേറെ ഗതിയില്ല എന്ന് തീരുമാനിച്ച പലരും പലതും പല ഗ്രന്ഥങ്ങളിലും എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ പഴയ ചട്ടയുള്ള മൊഹീദ്ദീൻ മാല നിങ്ങളുടെ വീടുകളിലോ പള്ളികളിലോ ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടുമെങ്കിൽ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിലുമുണ്ടൊരു കഥ. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വലിയ മഹാനാണ്. തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം പടപൊരുതിയ മനുഷ്യനാണ്. ദീനി ഇൽമിന് വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കാൻ അങ്ങനെ ഒരു ആരോപണമാണ് ഇത്. അദ്ദേഹത്തിന്റെ മുരീദായ അദ്ദേഹത്തിന്റെ ഒരു അനുയായി, ആ അനുയായി മരണപ്പെട്ടപ്പോൾ അനുയായിയുടെ ഉമ്മ നേരെ മൊയ്തീൻ ഷെയ്ഖിന്റെ അടുത്ത് പോവാൻ. എന്നിട്ട് പറയാണ്, ഷെയ്ഖെ, നിങ്ങളോട് ചോദിച്ചിരുന്നു, മലക്കുൽ മൗത്ത് വന്നിട്ട് എൻ്റെ മോനെ പിടിച്ചോണ്ടുപോയിട്ടുണ്ട്, നിങ്ങളുടെ അനുവാദ പ്രകാരമാണോ പിടിച്ചത്? മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞു, ഇല്ല, ഞാൻ അറിയില്ല. അവൻ മരിച്ചോ? മലക്കുൽ മൗത്ത് അവന്റെ റൂഹ് പിടിച്ചോ? അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് ആകാശത്തേക്ക് പറക്കാൻ കുറേ അങ്ങനെ പറന്നു പോയപ്പോണ്ട് മലക്കുൽ മൗത്ത് അങ്ങനെ പോകുന്നു, ആകാശത്തേക്ക് കയറി പോവാൻ. അന്ന് പിടിച്ച റൂഹ് മുഴുവൻ ഒരു കൊട്ട, അങ്ങനെ തന്നെയാണുള്ളത്. അന്ന് പിടിച്ച റൂഹ് മുഴുവൻ ഒരു കൊട്ടയിലിട്ടിട്ട് മലക്കുൽ മൗത്ത് അങ്ങനെ ആകാശത്തേക്ക് അങ്ങനെ കയറി പോവാൻ. ജിലാനി തങ്ങൾ വട്ടം നിന്നു, മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ വട്ടം നിന്നു. എന്നിട്ട് പറഞ്ഞു, അനങ്ങരുത്, എൻ്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ എൻ്റെ സമ്മതം വേണം. എൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ എൻ്റെ മുരീദിന്റെ റൂഹ് പിടിക്കുക? അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം. മലക്കുൽ മൗത്ത് പറഞ്ഞു, തിരിച്ചു കൊടുക്കാനൊന്നും പറ്റൂല, അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചതാ, പിന്നെ എങ്ങനെ തിരിച്ചു കൊടുക്കുക? തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചു കൊടുക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. മലക്കുൽ മൗത്ത് മൊയ്തീൻ ഷെയ്ഖ് തങ്ങളും തമ്മിൽ വാക്കായി. അവസാനം മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ദേഷ്യം വന്നിട്ട് ആ റൂഹിന്റെ കൊട്ടയിൽ ഒറ്റ തട്ടങ്ങോട്ട് തട്ടി. അന്ന് പിടിച്ച റൂഹ് മുഴുവൻ മിസ്സായി. ആ റൂഹ് മുഴുവൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് അന്ന് മരിച്ച ആളുകൾ മുഴുവൻ ജീവിച്ചു എന്നാണ്. അതാണ് ഐതിഹ്യം. അവിടെയും തീർന്നില്ല. മലക്കുൽ മൗത്ത് സങ്കടത്തോടെ അള്ളാന്റെ ദർബാറിലെത്തി. അള്ളാഹിനോട് പരാതി പറഞ്ഞു, പടച്ചോനെ, ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഇന്ന മനുഷ്യന്റെ റൂഹ് പിടിച്ചിട്ട് വരുമ്പോൾ അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഗൗസുൽ ആദം എന്നെ സമീപിച്ചു. ഞാനത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച റൂഹിന്റെ കൊട്ട മുഴുവൻ തട്ടിയിട്ടു. എന്നിട്ട് ഇന്നത്തെ എൻ്റെ അധ്വാനം മുഴുവൻ പാഴായി എന്ന് പറഞ്ഞപ്പോ രാജാതിരാജനായ അള്ളാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയുക? മാല കിതാബിൽ, ആ ഐതിഹ്യ കിതാബിൽ അള്ളാഹ് മറുപടി പറയാണ്, ഒരു റൂഹിനല്ലേ മൊയ്തീൻ ഷെയ്ഖ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, അതങ്ങ് കൊടുത്തൂടായിരുന്നോ? എങ്കിൽ ഇന്നത്തെ നിന്റെ മുഴുവൻ അധ്വാനവും പാഴാവുമായിരുന്നോ? നിന്റെ അടുത്തല്ലേ തെറ്റ് എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിനെ ശാസിക്കുന്ന ഒരു റബ്ബനെയാണ് മാല കിതാബ് പഠിപ്പിക്കുന്നത്. അള്ളാഹ് മനുഷ്യന്റെ തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരക്കപ്പുറത്തേക്ക് ലോകത്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും അവനെ വലിച്ചോണ്ട് പോകാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും ഒരു തങ്ങൾക്കും ഒരു ഭാവക്കും ബീവിക്കും സിദ്ധനും വലിയനും സാധ്യമല്ല. ഇതാണ് ഖുർആനിക വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. ഇത് പടച്ചോൻ പറഞ്ഞിട്ട് റൂഹ് പിടിച്ച് മലക്കുൽ മൗത്ത് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആകാശത്തേക്ക് പോയി വട്ടമിട്ട് നിന്ന് ആ റൂഹ് തട്ടിപ്പറിച്ചു കൊണ്ടുവരാൻ മാത്രം, അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ഔലിയാക്കളെ കുറിച്ചും വലിയകളെ കുറിച്ചുമാണ് ഐതിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീക്ക് കുട്ടികളില്ലാതെ ഒരു വലിയന്റെ അടുത്ത് പരാതി പറയാൻ പോയതാണ്. വലിയ നേരം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, എന്തായി ഈ സ്ത്രീക്ക് നീ കുട്ടികളെ കൊടുക്കാത്തത്? അള്ളാഹ് പറഞ്ഞു, ലൗഹുൽ മഹ്ഫൂദാണല്ലോ വിധികളൊക്കെ എഴുതി വെക്കുന്ന ഉന്നതമായ ഏടാണ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ അവൾക്ക് കുട്ടിയില്ലാന്ന് എഴുതി പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയൂല. ഈ വലിയ തലപ്പാവ് ഊരി എറിഞ്ഞിട്ട് തലപ്പാവ് അങ്ങോട്ട് ഊരി എറിഞ്ഞിട്ടേ 1, 2, 3, 4 ആകാശ ആ തലപ്പാവ് അങ്ങനെ സഞ്ചരിച്ചു. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലെ വിധി അങ്ങോട്ട് മായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി കൊടുത്തുവിടണം. അപ്പൊ പടച്ചോൻ പറഞ്ഞു, ഇനി കുട്ടിനെ കൊടുക്കുക. വിധി പോയല്ലോ. ഇതാണ് വെറുതെ പറയില്ല, മാല കിതാബുകൾ പഠിപ്പിക്കുന്ന അള്ളാഹു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതാണ് ഒരു വശത്ത് പരിചയപ്പെടുത്തുന്ന അള്ളാഹ്, ഒരു വശത്ത് പരിചയപ്പെടുത്തപ്പെടുന്ന അള്ളാഹ്. ഇനി യഥാർത്ഥത്തിലുള്ള അള്ളാഹ് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. യഥാർത്ഥത്തിലുള്ള അള്ളാഹ് ആരാണ്? നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് കാണുന്ന കോടിക്കണക്കായ നക്ഷത്രങ്ങൾ, 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ആ വിരൽ മേൽപോട്ട് ഉയർത്തിയാൽ
ഒരു വിരലിന്റെ അറ്റത്ത് ഒരു നക്ഷത്രത്തെ കാണാം, മറ്റേ വിരലിന്റെ അറ്റത്ത് മറ്റേ നക്ഷത്രത്തെ കാണാം. പക്ഷെ ഈ രണ്ട് നക്ഷത്രങ്ങളും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ അമ്പരന്ന് പോവും. കോടിക്കണക്കിന് പ്രകാശവർഷമാണ്. എന്താണ് ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ? ഈ പ്രകാശത്തിന്റെ വേഗത ഉണ്ടല്ലോ. ഒരു പ്രകാശം ഇവിടുന്ന് ഒരു പ്രകാശം സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഒരു സെക്കൻഡ് കൊണ്ട് 3.5 ലക്ഷം കിലോമീറ്റർ ആ പ്രകാശം സഞ്ചരിക്കും. എത്ര? 3.5 ലക്ഷം കിലോമീറ്റർ. ഇവിടുന്ന് കോഴിക്കോടേക്ക് 10-60 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് എറണാകുളത്തേക്ക് 200 ചില്ലാനും കിലോമീറ്റർ ഉള്ളൂ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പ്രകാശം, ഇത് വെറുതെ പറയല്ല, സയൻസാണ്, 3.5 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഇതേ പ്രകാശം ഒരു വർഷം മുഴുവൻ നിരന്തരമായി സഞ്ചരിച്ചാൽ ആ പ്രകാശം പിന്നിടുന്ന ദൂരത്തിനെയാണ് ശാസ്ത്രം 1 ലൈറ്റ് ഇയർ, ഒരു പ്രകാശവർഷം എന്ന് വിളിക്കുന്നത്. നമ്മുടെ 2 വിരൽ തലപ്പത്ത് നാം കാണുന്ന 2 നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു പ്രകാശവർഷമല്ല അകലം, കോടിക്കണക്കായ പ്രകാശവർഷങ്ങളാണ്. ആകാശത്ത് മുഴുവൻ നമ്മുടെ കണ്ണിൽ കാണുന്ന ആ നക്ഷത്രങ്ങളെല്ലാം എത്രമാത്രം വ്യത്യസ്തങ്ങളായ ദൂരങ്ങളിലായിരിക്കും. ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവനും അധിപനാണ് അല്ലാഹു. ആ റബ്ബിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? പരിശുദ്ധ ഖുർആനിൽ ആയത്തുൽ ഖുർസിയിലും അതുപോലെ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്തുകളിലും മൂസാ നബിയുടെ സംഭവം വിവരിക്കുന്നതിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹ് പറയാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു അല്ലാതെ ആരാധനില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ആകാശഭൂമികളും അതിനിടയിലുള്ളതുമെല്ലാം അവൻ്റേത് മാത്രമാണ്, അവന്റെ രാജാധികാരത്തിലുള്ളതാണ്. എന്നിട്ടുള്ള ചോദിക്കുകയാണ്, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? അവന്റെ മുന്നിൽ റെക്കമെൻഡ് നടത്താൻ ആരാണുള്ളത്? അവനോട് വാദിക്കാൻ ആരാണുള്ളത്? അവന്റെ ശഫാഅത്ത് നേടിയെടുക്കാൻ അവന്റെ മുന്നിൽ അവന്റെ അനുവാദമില്ലാതെ ശഫാഅത്ത് നടത്താൻ ആരാണുള്ളത്? മാലക്കിതാബുകളിലെ സകല പൊള്ളത്തരങ്ങളെയും തകർത്തടിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുൽ ഖുർസി അവതരിക്കുന്നത്. ആയത്തുൽ ഖുർസിയിലൂടെ അല്ലാഹ് വീണ്ടും വിവരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എത്ര റോക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾ വിക്ഷേപിച്ചു കൊള്ളുക, എത്ര സാറ്റലൈറ്റുകൾ വേണമെങ്കിലും ആകാശത്തോടെ വട്ടമിട്ട് പറക്കട്ടെ, ബഹിരാകാശത്ത് വട്ടമിട്ട് പറക്കട്ടെ, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. അവന്റെ ഇൽമിന്റെ ബഹറിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അറിവിൽ നിന്ന് വളരെ തുച്ഛമായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, തുച്ഛമായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെടുകയുമുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചതാണ്. ആരാണ് റബ്ബെന്ന് ഖുർആൻ നോക്കിയാണ് പഠിക്കേണ്ടത്. എന്താണ് അള്ളാഹുവിന്റെ ഖുദ്റത്തെന്ന് ഖുർആൻ നോക്കിയാണ് പഠിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്ന മാലിക്കുൽ മുലൂക്കായ, ഖാലിഖുൽ മഖ്ലൂഖായ, അർഹമുർ റാഹിമീനായ, സകലതിനും കഴിവുള്ള, ഒന്നിനും നിയന്ത്രിക്കാൻ പറ്റാത്ത എന്നാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ഒന്നിനും കാണാൻ കഴിയാത്ത എന്നാൽ എല്ലാറ്റിനെയും കാണുന്ന, ഒന്നിനും കേൾക്കാൻ കഴിയാത്ത എന്നാൽ എല്ലാം കേൾക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നാം പഠിപ്പിക്കപ്പെടുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ സീനാ പർവ്വതത്തിന്റെ നിരകളിൽ നിന്ന് അല്ലാഹുവോട് സംസാരിക്കുകയാണ്. പടച്ച റബ്ബ് മൂസാ നബിക്ക് തോറ നൽകുകയാണ്, തൗറാത്ത് നൽകുകയാണ്. ആ തൗറാത്ത് സ്വീകരിച്ചിട്ട് ആ തൗറാത്തിന്റെ വരികൾ മുഴുവനും വായിച്ച് അല്ലാഹുവുമായി സംസാരിച്ച് അവസാനം തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ഒരു ആവശ്യം പറയുകയാണ്, ഒരു ആഗ്രഹം പറയുകയാണ്. ആ ആഗ്രഹം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂസാ നബി പറയുകയാണ്, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. നിന്റെ മധുരമനോഹരമായ ശബ്ദം, നിന്റെ
മധുരമനോഹരമായ സംസാരം ഞാനിതാ ശ്രവിച്ചിരിക്കുകയാണ്. ഞാനിതാ തൗറാത്ത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ സർവ്വതും സമർപ്പിച്ചിരിക്കുകയാണ്. ഏകാധിപതിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ജീവൻ പണയം വെച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ, നിന്റെ ദാത്ത് എനിക്കൊന്ന് കാണണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുകയാണ്, ഖാലലൻ തറാനി, മൂസ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണാനുള്ള ത്രാണി നിന്റെ കണ്ണുകൾക്കില്ല. എന്നെ താങ്ങാനുള്ള ശേഷി ഈ പർവ്വതങ്ങൾക്കോ ഈ ഭൂമിക്കോ ഈ ചരാചരങ്ങൾക്കോ ഇല്ല. ലൻ തറാനി, മൂസ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും കെഞ്ചിക്കേണ് പറയുകയാണ്. അള്ളാഹുവിനോട് പറയുകയാണ്, വാശി പിടിച്ച് പറയുകയാണ്, റബ്ബേ നിന്നെ കാണാതെ ഈ സീനാ പർവ്വതത്തിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുകയില്ല. എനിക്ക് നിന്നെ കാണണം റബ്ബേ, എനിക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ മുന്നിൽ വാദിക്കുകയാണ്. അവസാനം അല്ലാഹ് പറയുകയാണ്, വലാകിനിൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. എങ്കിൽ മൂസ, നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന, അമ്പരത്തെ ചുംബിച്ചു നിൽക്കുന്ന, മേഘാവൃതങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന ആ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കി നിന്ന് കൊള്ളുക മൂസ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മൂസ വഴിയെ നിനക്കെന്നെ കാണാൻ കഴിയുന്നതാണ്, നിനക്കെന്നെ ദർശിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ മൂസാ നബി തന്റെ മുന്നിലിരിക്കുന്ന പർവ്വതത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കുമ്പോ, ആ പർവ്വതത്തിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. ആ പർവ്വതം അതാ കിടുകിടാ വിറക്കുകയാണ്. ആ പർവ്വതം വിറച്ച് വിറച്ച് അവസാനം ധൂളികളായി പൊടികളായി, ധൂളികളായി പൊടികളായി കല്ലുകളായി ആ പർവ്വതം അതാ തകർന്ന് തരിപ്പണമായി പൊട്ടിത്തെറിക്കുകയാണ്. ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. ഈ ഭയാനകമായ കാഴ്ച കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ട് വീഴുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ, അണ്ടകടാഹത്തിന്റെ നിയന്ത്രാവായ, ബ്രഹ്മാണ്ടകടാഹത്തിന്റെ അന്നദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വരാൻ ഉദ്ദേശിച്ചപ്പോ ആ റബ്ബിന്റെ സാമീപ്യത്തെ ഭയന്നുകൊണ്ട്, ആ റബ്ബിന്റെ സാമീപ്യത്തെ താങ്ങാൻ കഴിയാതെ ചിതറിത്തെറിച്ചു പോയ മഹാപർവ്വതം കണ്ട് സഹിക്കാൻ കഴിയാതെ മൂസാ നബി ബോധം കെട്ട് വീഴുകയാണ്. ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. മൂസാ നബിക്ക് ബോധം തിരിച്ചു വന്നപ്പോ മൂസാ നബി പറയുകയാണ്, യാ റബ്ബി സുബ്ഹാനക, അല്ലാഹ് നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ, നാഥാ നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ. ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്, നിന്നെ കാണാതെ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുകയാണ്. മുഅ്മിനുകളുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരെന്റെ പേരായിരിക്കും റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹ്. ഔലിയാക്കളുടെ പോക്കറ്റിലുള്ള കുട്ടിത്തേവാങ്കായിട്ടല്ല പരിശുദ്ധ ഖുർആൻ അല്ലാഹനെ പരിചയപ്പെടുത്തുന്നത്. സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാം ഭയപ്പെടുന്ന റബ്ബ്. വൽ മലായികതു മിൻ ഖീഫതി യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. ഇടിനാദങ്ങൾ പോലും അപദാനങ്ങൾ വാഴ്ത്തുന്ന, ഇടിനാദങ്ങൾ പോലും സ്തുതിക്കുന്ന, മലക്കുകൾ സ്തുതി പാടുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. എത്രയോ മലക്കുകളുണ്ട് ഈ ലോകത്ത്, എത്രയോ മലക്കുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അള്ളാന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ 7ാമത്തെ ആകാശത്ത് വെച്ച് ബൈത്തുൽ മഅ്മൂർ കാണുകയാണ്. ആ ബൈത്തുൽ മഅ്മൂറിന്റെ അകത്തേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ ആ ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. എല്ലാ ദിവസവും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ മലക്കുകളുടെ എണ്ണം എത്രയാണ്, അവരുടെ വലിപ്പം എത്രയാണ്, അവരുടെ തോതെത്രയാണെന്ന് ഒരിക്കലും നമുക്കറിയില്ല. ആ മലക്കുകൾ മുഴുവൻ അല്ലാഹുവിന്റെ മുന്നിൽ സദാ സുജൂദിലാണ്.